പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചില ആളുകളാണ് എൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ തോറ്റുപോയത്. ഇതുപോലെയൊക്കെയുള്ള ചിന്ത എപ്പോഴെങ്കിലും മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അത് വേറെ ആർക്കുമല്ല, നമുക്ക് മാത്രമാണ്. സാഹചര്യങ്ങൾക്കോ ആളുകൾക്കോ ഒക്കെ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. നമ്മുടെ കണ്ണുനീര് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരും നമ്മളെ ഒന്ന് കുത്തി നോവിച്ച് അതിൽ മാനസിക സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നവരും ഒക്കെ നമ്മുടെ ചുറ്റിലുണ്ടാവാം. പക്ഷേ ശരിക്കും നമ്മൾ അവിടെ തോൽക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ തോൽക്കുന്നത്. പകരം നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഇങ്ങനെ ആളുകളും സാഹചര്യങ്ങളും ഒക്കെ മത്സരിച്ച് നമ്മളെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെ പരാതി പറഞ്ഞോ വിഷമിച്ചോ ജീവിതത്തെ പഴിച്ചോ ഒക്കെ ഇരിക്കാതെ, പഴയ ഒരു പ്രേം നസീർ സിനിമയുടെ പേര് പോലെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലങ്ങ് എടുത്തേക്കുക. എന്തു വന്നാലും ഞാൻ ജീവിതത്തിൽ തോൽക്കില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ കുറിക്കുന്ന അന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയത്തിൻ്റെ സൂര്യപ്രഭ കണ്ടു തുടങ്ങും. അതുകൊണ്ട് എത്ര പേര് വേണമെങ്കിലും നമുക്കെതിരായിട്ട് നിരന്നു നിൽക്കട്ടെ, നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് അവർക്ക് പറ്റുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ, നമ്മളെ തകർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോട്ടെ, അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമേ അല്ല. പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ആളുകളാണ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അവരുടെ വഴി പിന്തുടരാതിരിക്കുക. അവർ നമ്മളോട് ചെയ്യുന്നത് എന്താണോ അതേ രീതിയിൽ തിരിച്ച് അവരോടും ചെയ്യണം എന്ന ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായി മാറ്റിയേക്കുക. നമ്മുടെ വഴി നേരായിരിക്കണം, നമ്മുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം, നമ്മുടെ മാർഗം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അന്നു മുതൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഓർക്കുക, നമ്മൾ തോൽക്കാനായിട്ട് ജനിച്ചവരല്ല, ജയിക്കാനായിട്ട് ജനിച്ചവരാണ്. ആരെങ്കിലുമൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ, അത് നമ്മുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, സഹപ്രവർത്തകരാകാം, പരിചയക്കാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളാകാം, അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ഈ ജീവിതത്തിൽ തോൽക്കാനായിട്ട് തയ്യാറായാൽ എങ്ങനെ ശരിയാവുന്നേ? പിന്നെ എപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജീവിതത്തിൽ ഞാനൊരു തോൽവിയാണ്, ഇനി ഈ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന്. ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ തോൽക്കാൻ തയ്യാറായാൽ വിജയിക്കാനായിട്ട് ആരെങ്കിലും നമുക്ക് രണ്ടാമതൊരു ജീവിതം കൊണ്ടു തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിൽ തോൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഈ നിമിഷം തന്നെ മനസ്സിലങ്ങ് തീരുമാനിക്കുക. എൻ്റെ ജീവിതം പൂർണ്ണമായും ഒരു തോൽവിയാണ്, ജീവിതത്തിൽ ഞാൻ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന കുറേ അധികം ആളുകളുടെ ജീവിതം മാറിയത് നേരിട്ട് കണ്ടതിൻ്റെ അനുഭവത്തിലാണ് ഇത് പറയുന്നത്. ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.